അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും പ്രിയം നിറഞ്ഞ ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ എന്ന അറബി പഠന കോഴ്സിൻ്റെ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, 8ാമത്തെ ചാപ്റ്റർ, അതിലെ 2ാമത്തെ തംറീനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് 2 ചാപ്റ്റർ കൂടെ കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ 9, 10 ചാപ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് ഈ 10 പാഠഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷ നമുക്ക് വരാനിരിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും നല്ലപോലെ തയ്യാറാകണം എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അറബി ഭാഷാ പഠനം ഖുർആൻ വായിക്കുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും, ഹദീസുകൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും, പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോഴുമെല്ലാം ഈ ഒരു ഭാഷാ പഠനം അതേറ്റവും കൂടുതൽ നന്നായി നിർവഹിക്കുവാൻ, പാരായണമാണെങ്കിലും പ്രാർത്ഥനകളാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നുള്ളത്. ലക്ഷ്യം നന്നാകുമ്പോൾ ഉദ്ദേശശുദ്ധി അത് എത്രമാത്രം മികച്ചതാണോ അത്രയും അള്ളാഹുവിൻ്റെ സഹായങ്ങൾ തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്ന ഒരു തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ പഠനവുമായി മുന്നോട്ട് പോകാം. അല്ലാഹുവേ, നീ സഹായിക്കണമേ. ഞങ്ങൾക്ക് പൂർണ്ണമായും ഈ രംഗത്ത് ഇഖ്ലാസിനെ പ്രദാനം ചെയ്യണമേ. ഇഖ്റ വക്തുബ്, വായിക്കുന്നത് ഇഖ്റ വക്തുബ് അല്ലേ? റീഡ് ആൻഡ് റൈറ്റ്, വായന അതുപോലെ തന്നെ എഴുത്ത്. എന്താണ് വായിക്കേണ്ടത്? 1 മുതൽ 12 വരെയുള്ള ഉദാഹരണങ്ങൾ വായിക്കാനുണ്ട്. ഞാൻ ആ വാക്കുകളുടെ അഥവാ സെൻറ്റൻസുകളുടെ അർത്ഥമാണ് ആദ്യം പറയാം. എന്നിട്ട് നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് പിന്നീട് ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചതും ഞാൻ വായിച്ചതും ഒരുപോലെയാണോ എന്നുള്ളതൊന്ന് നോക്കുക. ശരി, 1ാമത്തേതിൻ്റെ അർത്ഥം, ഈ കുട്ടി ഖാലിദാണ്, ആ കുട്ടി മുഹമ്മദാണ്. ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിലല്ലേ? ഹാദാ വലതുൻ, ഹാദാ വലതുൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഹാദാ വലതുൻ എന്നാൽ അതിൻ്റെ അർത്ഥം ഇത് കുട്ടിയാണ്, അതായിരുന്നു അതിൻ്റെ അർത്ഥം, ഹാദാ വലത്. എന്നാൽ ഇവിടെ എന്താണ് വന്നത്? ഹാദൽ വലതു എന്നാണ്. അപ്പോൾ മാറ്റമുണ്ട്, ഈ കുട്ടി എന്നായി മാറി. ഇത് കുട്ടിയാകുന്നു എന്നത് ഹാദാ വലതുൻ എന്നതിൻ്റെ അർത്ഥമാണെങ്കിൽ, ഹാദൽ വലതു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി, ഈ കുട്ടി എന്നതാണ്. അപ്പോൾ ഞാൻ വായിക്കുന്നു, ഈ കുട്ടി ഖാലിദാണ്, ആ കുട്ടി മുഹമ്മദാണ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. രണ്ടാമത്തേത് ഈ വ്യക്തി മുദരിസാണ്, അല്ലെങ്കിൽ ഈ പുരുഷൻ മുദരിസാണ്, ആ പുരുഷൻ എൻജിനീയറാണ്. 3ാമത്തേത് ഈ പുസ്തകം പുതിയതാണ്, ആ പുസ്തകം പഴയതാണ്. 4ാമത്തേത് ഈ കാറ് അലിയുടേതാണ്, അത് ഖാലിദിൻ്റേതാണ്. 5ാമത്തേത് ഈ വാതിൽ തുറന്നു വച്ചതാണ്, ആ വാതിൽ ക്ലോസ്ഡ് ആണ്. ശരി, 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണത് വായിക്കേണ്ടത് എന്ന് നിങ്ങൾ, ഞാനതിൻ്റെ അർത്ഥം പറഞ്ഞപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും. എങ്ങനെയാണത് വായിക്കാം? 1ാമത്തേത് അല്ലേ? 1ാമത്തേത് എടുക്കാം നമുക്ക്. വായിക്കുന്നത് എങ്ങനെയാണ്? ഹാദൽ വലതു ഖാലിദുൻ,
വദാലിക്കൽ വലതു മുഹമ്മദുൻ, ഹാദൽ വലതു ഖാലിദുൻ, ഈ കുട്ടി ഖാലിദാണ്, ആ കുട്ടിയോ മുഹമ്മദാകുന്നു എന്നർത്ഥം. അപ്പോൾ ശരിക്കും നമ്മൾ തംരീന് പറയുമ്പോൾ ആ തിയറി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ആശയം, അതിൻ്റെ ആ നിയമം മനസ്സിലാക്കിയിട്ട് നമ്മളത് ചെയ്യണം. അപ്പോഴാണ് തംരീന് കൊണ്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഭാഷാ പഠനം കൂടുതൽ അത് നമുക്ക് എളുപ്പമാകുന്നത്. ശരി, രണ്ടാമത്തേത്, ഈ പുരുഷൻ അല്ലേ അധ്യാപകനാണ്. അതിനെങ്ങനെയാണ് നമ്മൾ വായിച്ചത്? ഒന്നുകൂടെ, ഹാദർ റജുലു മുദർരിസുൻ. രണ്ടാമത്തേത് വദാലിക്കർ റജുലു മുഹന്ദിസുൻ. അപ്പോൾ ഈ പുരുഷൻ ടീച്ചറാണ്, ആ പുരുഷൻ മുഹന്ദിസ് എൻജിനീയറാണ്, ആ പുരുഷൻ എൻജിനീയറാണ്. നമ്മൾ പഠിച്ചു അല്ലേ, ഈ ഖുർആൻ പുതിയതാണ്, ആ ഖുർആൻ പഴയതാണ്. അങ്ങനെ പറയാൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ ആശയം ഈ തംരീന് കൊണ്ട് സാധ്യമാവണം. ഈ പേന ചെറുതാണ്, ആ പേന വലുതാണ് പറയാൻ കഴിയണം. ഈ വീട് ഭംഗിയുള്ളതാണ്, ആ വീട് ഭംഗിയില്ലാത്തതാണ്. ഈ റോഡ് ചെറുതാണ്, ആ റോഡ് വലുതാണ്. ഇങ്ങനെ പറയാനാണ് ഈ തംരീൻ എന്ത് ചെയ്യുന്നത്, ഈ രൂപത്തിലൂടെ ക്രമീകരിച്ചിരിക്കുന്നത്. ശരി, മൂന്നാമത്തേത്, ഈ പുസ്തകം പുതിയതാണ്, ആ പുസ്തകം പഴയതാണ്. എങ്ങനെയാണ് വായിക്കുക? എങ്ങനെ വായിക്കും നമ്മൾ? ഹാദൽ കിതാബു ജദീദുൻ വദാലിക്കൽ കിതാബു ഖദീമുൻ. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ വായിച്ചത്? ഹാദൽ കിതാബു ജദീദുൻ, ഈ പുസ്തകം പുതിയതാണ്, ആ പുസ്തകം പഴയതാണ്. ശരി, അടുത്തതും കൂടെ, നാലാമത്തേത്, ഈ കാറ് അലിയുടേതാണ്, ആ കാറ് ഖാലിദിൻ്റേതാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. ഇതുവരെ ഹാദയായിരുന്നു വന്നത്, എന്തുകൊണ്ട് അവിടെ ഹാദിഹി എന്ന് വന്നു? അത് ആലോചിച്ചുകൊണ്ട് വേണം നമുക്ക് വായിക്കാൻ. സയ്യാറത്ത് മുഅന്നസാണ് അല്ലേ, അതുകൊണ്ട് തന്നെ സയ്യാറത്ത് മുഅന്നസ് ആയതുകൊണ്ട് ഹാദിഹി സയ്യാറത്തു ലി അലിയിൻ, ഈ കാർ അലിയുടേതാണ്, വദാലിക ലി ഖാലിദിൻ, അത് അലിയിൻ്റേതാണ്. ശരി, അടുത്ത് നോക്കൂ, അഞ്ചാമത്തേത്, ഈ ഡോറ് ഓപ്പണാണ്, ആ ഡോറ് ക്ലോസ്ഡ് ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എങ്ങനെ പറയും? എങ്ങനെ പറയാ? ഹാദൽ ബാബു മഫ്തൂഹൻ വദാലിക്കൽ ബാബു മുഗ്ലഖുൻ. ഹാദൽ ബാബു മഫ്തൂഹൻ എന്താ അർത്ഥം? ഈ വാതിൽ ഓപ്പണാണ്, തുറന്നു വച്ചതാണ്, ആ വാതിൽ ക്ലോസ്ഡ് ആണ്. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യുക, 6 മുതൽ 12 വരെയുള്ളതിൻ്റെ അർത്ഥം വീണ്ടും ഞാനൊന്ന് പറയുന്നു, എന്നിട്ട് നമുക്ക് രണ്ടാമത് വായിച്ചു നോക്കാം അല്ലേ. ആറാമത്തേത്, ഈ വാച്ച് ആരുടേതാണ്? അപ്പോൾ ആരുടേത് എന്നുള്ളത് ചോദിക്കാൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരുടേതാണ് എങ്ങനെയാണ് പറയുക? നമ്മൾ ഖുർആനിലെ ആയത്തൊക്കെ പറഞ്ഞുകൊണ്ടന്ന് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ. ലിമനിൽ മുൽഖുൽ യൗം. അപ്പോൾ ലിമൻ ആരുടേത് എങ്കിൽ ഇവിടെ ചേർത്ത് പറയുമ്പോൾ എന്താണ്? ഈ വാച്ച് ആരുടേതാണ്. എങ്ങനെ വായിക്കണം? അത് അബ്ബാസിൻ്റേതാണ്. ഏഴാമത്തത്, എന്താണത്? എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയതല്ലേ. ഏഴാമത്തത്, ഈ വീട് ഡോക്ടറുടേതാണോ? ഉത്തരം അല്ല, അത് ടീച്ചറുടേതാണ്. എട്ടാമത്തേതോ, ഈ സൈക്കിൾ മുഅദ്ദിനിൻ്റെ മകൻ്റേതാണോ? മുഅദ്ദിൻ, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആൾക്കാണെന്ന് മുഅദ്ദിൻ എന്ന് പറയാം. അത് ഓരോ നാട്ടിലും ഓരോ ജില്ലയിലും എന്ത് ചെയ്യും, പിന്നെ വ്യത്യസ്തങ്ങളായ പേരുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ബാങ്കി എന്ന് പറയും അല്ലെ, ബാങ്ക് വിളിക്കുന്ന ആൾക്ക് ബാങ്കി. ചില സ്ഥലങ്ങളിൽ മൊല്ലാക്ക എന്ന് പറയും. അപ്പോൾ ഏതായിരുന്നാലും മനോഹരമായ ഒരു പേരാണ് അറബിയിൽ അതിന് നൽകിയത്, മുഅദ്ദിൻ. എന്താണ് മുഅദ്ദിൻ? അവൻ വിളംബരം ചെയ്യുന്നവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മുഅദ്ദിനിൻ്റെ മകൻ്റേതാണോ ഈ സൈക്കിൾ? മുഅദ്ദിനിൻ്റെ മകൻ്റേതാണോ ഈ സൈക്കിൾ? ആ രീതിയിലൂടെയാണ് നമ്മളത് വായിക്കേണ്ടത്. അതെ എന്നിങ്ങനെ പറയും. ഒമ്പതാമത്തേത് എന്താണ് അതിൻ്റെ അർത്ഥം? ഈ കുട്ടി ആരാണ്? അപ്പോൾ ഉത്തരം പറയുന്നത് എന്താ? അവൻ ചൈനയിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥിയാണ്. ഹി ഈസ് എ സ്റ്റുഡൻറ്റ് ഫ്രം ദി ചൈന. അപ്പോൾ അതെങ്ങനെ വായിക്കും? ശരി, 10ാമത്തേത്,
ആ വീട് പുതിയതാണോ? അല്ലേ? 10ാമത്തേത് ആ വീട് പുതിയതാണോ? അല്ല, അത് വളരെ പഴയതാണ്. എങ്ങനെയാണിത് വായിക്കുക? നമുക്കെന്ത് ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ 6 മുതൽ ഇതുവരെയുള്ളൊന്ന് വായിച്ചു നോക്കാം അല്ലേ? ഇനി 2 കൂടിയുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് വായിക്കാം. ശരി, എന്താണ് പറയേണ്ടത്? 6ാമത്തേത് എടുത്തോളൂ. 6ാമത്തേത് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കുമ്പോൾ, ഈ വാച്ച് ആരുടേതാണ്? ആരുടേത്? നേരത്തെ ഞാൻ പറഞ്ഞത്. വായിക്കേണ്ടത് ലിമൻ ഹാദിഹി സാഅത്തു. എന്തുകൊണ്ട് ഹാദിഹി ഉപയോഗിച്ചു? സാഅത്ത് മുഅന്നസാണ്, അതുകൊണ്ട്. അപ്പോൾ ലിമൻ ഹാദിഹി സാഅത്തു, ഈ വാച്ച് ആരുടേതാണ്? ഇത് നമ്മൾ പറയുമ്പോൾ ഈ പേന ആരുടേതാണ് എന്ന് പറയാൻ കഴിയണം. ലിമൻ ഹാദൽ കലമു, അല്ലേ? ഈ വീട് ആരുടേതാണ് എന്ന് ചോദിക്കാൻ കഴിയണം. ലിമൻ ഹാദൽ ബൈത്തു ചോദിച്ചുകൂടെ? അതുപോലെ തന്നെ ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യും? ലിമൻ ഹാദൽ കുർസിയു ചോദിച്ചൂടെ? ലിമൻ ഹാദൽ വലതു ചോദിച്ചുകൂടെ? ഇനി പെണ്ണിനെയാണെങ്കിലോ, ലിമൻ ഹാദിഹിൽ ബിൻതു, ഈ പെൺകുട്ടി ആരുടേതാ? എങ്ങനെ ചോദിക്കുക? ലിമൻ ഹാദിഹിൽ ബിൻതു ചോദിക്കാം. അതുപോലെ തന്നെ ലിമൻ ഹാദിഹിൽ ഹഖീബത്തു, ഈ ബാഗ് ആരുടേതാണ് എന്ന് ചോദിച്ചുകൂടെ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രീതിയിലൂടെ നമ്മളിത് മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കാം. ഹിയലി അബ്ബാസിൻ, ഹിയലി അബ്ബാസിൻ എന്താണ്? അത് അബ്ബാസിൻ്റേതാണ്. എന്തിനാണ് അവിടെ ഹിയ എന്നുള്ള പ്രയോഗം വന്നത്? ഹിയ എന്നുള്ളത് എന്താണ്? അത് എന്നർത്ഥത്തിൽ. അത് എന്ന് പറഞ്ഞപ്പോൾ സാഅത്തായതുകൊണ്ട്, മുഅന്നസ് ആയതുകൊണ്ട് ഹിയ, ഹിയലി അബ്ബാസിൻ. ശരി, 7ാമത്തേതോ? ഈ വീട് ഡോക്ടറുടേതാണോ എന്നെങ്ങനെയാണ് ചോദിക്കേണ്ടത്? വളരെ ലളിതമാണ്. അഹാദൽ ബൈത്തുലി ത്വബീബി, അഹാദൽ ബൈത്തുലി ത്വബീബി, ഈ വീട് ഡോക്ടറുടേതാണോ? ലാ, ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഹുവലിൽ മുദരിസ്, അല്ല, അത് മുദരിസിൻ്റേതാണ്, അത് ടീച്ചറുടേതാണ്. അപ്പോൾ ഈ പേന വിദ്യാർത്ഥിയുടേതാണോ എന്നിങ്ങനെ ചോദിക്കുക. അഹാദൽ ഖലമു ലിൽ ത്വാലിബി എന്ന് ചോദിച്ചൂടെ? ചോദിക്കാം. ഈ പുസ്തകം ഡോക്ടറുടേതാണോ എന്നിങ്ങനെ ചോദിക്കുക. അഹാദൽ കിതാബു ലി ത്വബീബി. അപ്പോൾ ആ പ്രയോഗം നമ്മൾ പഠിച്ചു എന്നർത്ഥം. ശരി, അടുത്തതിലേക്ക് പോകുമ്പോൾ, അഹാദിഹി ദറാജത്തു ലിബിനിൽ മുഅദ്ദിനി. കണ്ടില്ലേ? ആ ലി എന്നതിന് ശേഷമുള്ള അലിഫിൻ്റെ മുകളിൽ വളരെ ചെറുത്, അല്ലേ, ഒരു സ്വാ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. എന്തിനാണത്? നേരത്തെ നമ്മൾ പലപ്പോഴായി പറഞ്ഞതും ആവർത്തിച്ചതുമാണ്. ഹംസത്ത് വസ. അപ്പോൾ ലി ഇബിനി എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ എങ്ങനെ വായിക്കണം? അഹാദിഹി ദറാജത്തു ലിബിനിൽ മുഅദ്ദിനി. ഈ സൈക്കിള് മുഅദ്ദിനിൻ്റെ മകൻ്റേതാണോ? മുഅദ്ദിനിൻ്റെ മകൻ്റേതാണ്. അപ്പോൾ ലിബിനി എന്നാണ് വായിക്കേണ്ടത്. ലിബിനിൽ മുഅദ്ദിനി. നഅം, അതെ, നഅം, അതെ എന്നർത്ഥം കൊടുത്തു, അല്ലേ? അടുത്തത് മൻഹാദൽ വലതു. എന്താ അർത്ഥം? ഈ കുട്ടി ആരാണ്? ഈ കുട്ടി ആരാണ്? അപ്പോൾ ഈ മുദരിസ് ആരാണെന്ന് എങ്ങനെ? മൻഹാദൽ മുദരിസു. ഈ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചാൽ മൻഹാദ ത്വബീബു ചോദിച്ചൂടെ? ഇതാണ് മൻഹാദൽ വലതു. ഹുവ ത്വാലിബും മിനസ്സീൻ, ചൈനയിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻ്റാണവൻ, ചൈനയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണവൻ. ശരി, 10ാമത്തേത്, ആ വീട് പുതിയതാണോ? എങ്ങനെ ചോദിക്കുക? അദാലിക്കൽ ബൈത്തു ജദീദുൻ, അദാലിക്കൽ ബൈത്തു ജദീദുൻ, അല്ലേ? അപ്പോൾ ആ പേന ഭംഗിയുള്ളതാണോ? എങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞു നോക്കൂ. അദാലിക്കൽ ഖലമു ജമീലുൻ, ആ പേന പൊട്ടിയതാണെന്ന് എങ്ങനെ ചോദിക്കുക? അദാലിക്കൽ ഖലമു മക്സൂറുൻ. നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ പൊട്ടിയത് എന്നുള്ളതിനൊക്കെയുള്ള വാക്ക്. എങ്കിൽ അദാലിക്കൽ ബൈത്തു ജദീദുൻ, ലാ, ഹുവ ഖദീമുൻ ജിദ്ദൻ, ഹുവ ഖദീമുൻ ജിദ്ദൻ. എന്താണ്? അല്ല, ഹുവ ഖദീമുൻ ജിദ്ദൻ, അത് പഴയതാണ്, വളരെ പഴയതാണ്. ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വെരി, ഇറ്റ് ഈസ് വെരി ഓൾഡ് എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ നിങ്ങൾ. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? 9ാമത്തേതിൽ 9 നേരത്തെ കൊണ്ടല്ലേ, 6ാമത്തെ നോക്കൂ. ലിമൻ ഹാദിഹി സാഅത്തു എന്ന് പറഞ്ഞപ്പോൾ, അതിനുത്തരം പറഞ്ഞപ്പോൾ ഹിയലി അബ്ബാസിൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ എന്ത് ചെയ്തു? അദാലിക്കൽ ബൈത്തു ജദീദുൻ എന്ന് ചോദിച്ചപ്പോൾ ലാ, ഹുവ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഹുവ? ബൈത്ത് എന്നുള്ളത് മുദക്കറാണ്, അതുകൊണ്ട് തന്നെ അത് എന്ന് പറയുമ്പോൾ അവിടെ ഹുവ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ശരി, 11ഉം 12ഉം നോക്കാം നമുക്ക്. എന്താണ്? ഈ കാറ് ജപ്പാനിൽ നിന്നാണ്, അത് അമേരിക്കയിൽ നിന്നാണ്.
12-ാമത്തേതോ ഈ കത്തി ജർമ്മനിയിൽ നിന്നാണ്, ആ സ്പൂണ് ഇംഗ്ലണ്ടിൽ നിന്നാണ്. എങ്ങനെ വായിക്കേണ്ടത്? വായിച്ചു നോക്കാം അല്ലേ? എങ്ങനെ വായിക്കും ഇത്? ഹാദിഹി സയ്യാറത്തു മിനൽ യാബാനി വതിൽക മിൻ അംരീക. എന്തുകൊണ്ട് ഹാദിഹി ഉപയോഗിച്ചു? സയ്യാറത്ത് മുഅന്നസാണ്, അതുകൊണ്ട് ഹാദിഹി സയ്യാറത്ത് മിനൽ യാബാൻ. യാബാൻ എന്നാൽ ജപ്പാൻ. വതിൽക എന്തിനവിടെ തിൽക്ക ഉപയോഗിച്ച്? സയ്യാറത്ത് മുഅന്നസാണ്, അതുകൊണ്ട് പിന്നെ ദാലിക്ക പറയില്ല, വതിൽക മിൻ അംരീക. അത് എന്ന് പറഞ്ഞാൽ ആ കാർ എന്താണ്? അമേരിക്കയിൽ നിന്നാണ്. 12-ാമത്തേത് ഈ കത്തി ഹാദ സിക്കീനു മിൻ അൽമാനിയ അല്ലേ? ഈ കത്തി ജർമ്മനിയിൽ നിന്നാണ്. വതിൽകൽ മിൽഅഖതു മിൻ ഇംഗൽതറ. അത് എന്താണ്? ആ സ്പൂൺ ഇംഗ്ലണ്ടിൽ നിന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളിതിലൂടെ ഈ തംരീനിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഒരു സെൻറ്റൻസ്, വലിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ ഈ പേന, ആ പേന എന്നൊക്കെ പറയാൻ നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നാണ്, അമേരിക്കയിൽ നിന്നാണ്, കുവൈത്തിൽ നിന്നാണ് എന്നൊക്കെ പറയാൻ എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു. എങ്ങനെയാ ഈ പേന ഇന്ത്യയിൽ നിന്നാണ് എങ്ങനെ പറയാം? ഹാദൽ ഖലമു മിനൽ ഹിന്ദ്. ആ പേന അമേരിക്കയിൽ നിന്നാണെങ്കിലോ വദാലിക്കൽ ഖലമു മിൻ അംരീക. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ബാക്കി തംരീൻ നമുക്ക് ഇൻഷാ അല്ലാഹ് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഠനം കൂടുതൽ എളുപ്പമാക്കി ഖുർആനിനെ കൂടുതൽ തദബ്ബുറോടുകൂടി പാരായണം ചെയ്യാനുള്ള ഒരു കാരണമാക്കി ഈ പഠനത്തെ മാറ്റുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.